ഷബീൽ വിനേഷ് ഹായ് ഹലോ, എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട്? നൂലായിരുന്നു. ഓണത്തിൻ്റെ ആഘോഷം എവിടെ വരെ എത്തി? ഓണക്കോടി എടുത്തു എല്ലാവരും. എന്താണ് വിശേഷം? ഓരോ ദിവസം ചെല്ലും തോറും ഇപ്പം നമ്മളുടെ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഓണാഘോഷങ്ങളുടെയൊക്കെ നിറവും എല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യല്ലേ. പണ്ട് എൻ്റെയൊക്കെ ചെറുതിലേ അതുപോലെ ആയിരുന്നു. എൻ്റെ പിന്നെ ഞാനൊരു പത്മനാഭൻ്റെ നാട്ടുകാരിയാണ്. നമുക്ക് പിന്നെ ആഘോഷിക്കാതെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ശരി, നമുക്ക് ഓണമുണ്ട്. നമുക്ക് 1 ഓണോ 2 ഓണോ 3 ഓണോ 4 ഓണോ എന്നല്ല, അത്തം തൊട്ടേ നമുക്ക് ഓണമുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വേർതിരിവൊന്നും അറിയില്ല കേട്ടോ. ഇപ്പൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഈ താങ്ക് യു ഡിയർ, സാരി സൂപ്പർ ആയിട്ടുള്ള താങ്ക് യു ഡിയർ. പക്ഷെ ഇപ്പൊ ഫേസ്ബുക്ക് പറഞ്ഞപ്പോഴേക്കാണ് ഓണം ലോകം മുഴുവൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനാലേക്കും ഭയങ്കര സന്തോഷം. ഓണക്കോടിയല്ല ഇത്, ഓണക്കോടിയല്ല. പക്ഷെ ഓണത്തിന് മാത്രം പുറത്തെടുക്കുന്ന കോടികളിൽ പെട്ടതാണ്. ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതാ, ഇതേപോലെ സിമ്പിൾ കസവുള്ള സാരി അതായത് ഡ്രൈ ക്ലീനിങ് ചെയ്ത് വെച്ചതാണ്. ഇതാണ് സാധനം, സിമ്പിളായിട്ടുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അത്ര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലത്തെ കൈ ഇങ്ങനത്തെ പൊപ്പുള്ള കൈ ഉള്ള ബ്ലൗസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്ലൗസ് ഞാൻ ഇൻസ്പയർ മാഗസീൻ്റെ നമ്മളുടെ ഗോൾഡ് സൂക്ക് മോളിൽ 2017 സെലിബ്രിറ്റി ജെസ്സി പ്രതാപൻ്റെ സെലിബ്രിറ്റി ഷോ സ്റ്റോപ്പറായിട്ട് റാമ്പിൽ അന്ന് ഞാൻ എനിക്ക് ഗൗൺ മതിയെന്നു. എനിക്ക് റാമ്പിൽ നടക്കാൻ കുറച്ചുകൂടെ സുഖം ഗൗണാണ്. സാരിയൊന്നും ഉടുത്ത് എനിക്ക് അങ്ങോട്ട് നടക്കാൻ അങ്ങോട്ട് പറ്റത്തില്ല. പക്ഷെ പുള്ളിക്കാരി എന്നെ തന്നെ സെലിബ്രിറ്റി ഷോ സ്റ്റോപ്പറായിട്ട് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് നിൽക്കുന്ന നിപ്പിൽ പുള്ളിക്കാരി ഒരു ഫുൾ പട്ടില്ലേ നമ്മൾ ആ പട്ടിൻ്റെ ഇതാക്കിയിട്ട് പിന്നെ ബ്യൂട്ടിഫുൾ പ്ലീസ്. എനിക്ക് ആ സെക്കൻഡ് ജിജി ചേച്ചി തയ്ച്ചു തന്നതാട്ടോ ഈ ബ്ലൗസ്. അന്ന് ഒരു സമയത്ത് 2015, 16, 17, 18 സമയത്തൊക്കെ ജോലി, പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഈ 2 വർഷം പോലെ. അന്ന് ഫുൾ ഇതുപോലെ ഒരു റാമ്പിൽ നിന്ന് വേറെ റാമ്പിൽ നിന്ന് അങ്ങനെ. പിന്നെ പ്രോഗ്രാമൊക്കെ വരുമ്പോഴത്തേക്ക് ജോലിയിലായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് ഞം വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജോലി കളഞ്ഞിട്ട് ഒന്നിന്റെ പിന്നാലെ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അപ്പൊ പിന്നെ എല്ലാം പോയി. അപ്പം ഞാനൊരു ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് വന്നത് എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു 10-15-20 കിലോമീറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് താമസിക്കുന്ന വേറെ ജില്ലയിലും വേറെ നാട്ടിലൊക്കെ താമസിക്കുന്ന നമുക്ക് ശരിക്കും 10-15-20 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് സ്വന്തം നാടുകളൊക്കെ തന്നെയാണ്. ചോഴിക്കോട് അവിടെ അടിപൊളിയായിട്ട് ഗംഭീര ഓണാഘോഷ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആശംസ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനായിട്ട് വന്നപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ നിങ്ങളോടൊന്ന് മിണ്ടി പറഞ്ഞിട്ട് കൂടെ പോവാം. അത് നല്ല ഉറക്കം വരണുണ്ട്, ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ട് കണ്ണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഒരു ഉടായ്പ രീതിയിൽ പെട്ടെന്ന് സാരിയൊക്കെ എടുത്ത് പെട്ടെന്ന് വന്നതാ. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വേറെ എന്താണ്? ഒരു ഹായ് പറയോ യൂസിത്. പിന്നെന്താ മൊത്തം ഹാപ്പി ഓണം. അർത്തൂർ ഏഞ്ചലേസ് പോവല്ലേ. എനിക്ക് ഓർക്കം നന്നായിട്ട് വരണം. യു വാണ്ട് ടു സീ ദ ഹോൾ വ്യൂ പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ഷോ യു ഫോർ സാരി ഡിയർ മാല ഗോൾഡ് ആണ്. ബെന്നി മാത്യു ഓണാശംസകൾ. ഇക്ബാൽ ഹായ്. ഇതെന്താ ആർക്കും ഉറക്കമൊന്നുമില്ലേ? ഇത്രയും പേരൊക്കെ ഈ സമയത്ത് 1 മണിയായി. ഓണത്തിന്റെ അവധിയായിട്ട് ഡിങ്ക മനസ്സിലായി എന്താ പരിപാടി? ആഘോഷമല്ലേ? നമുക്കതും വശമായിട്ട് ഇല്ല ഡിയർ. എനിക്ക് ഒരു ആശംസ പറയണമായിരുന്നു. അപ്പം ഞാൻ വൈകുന്നേരം നിങ്ങൾ എന്തായാലും ഓണം പ്രമാണിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ചു നേരം മിണ്ടിയും പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നേ. പക്ഷേ അത് ഭംഗിയില്ല. ഫുൾ ലുക്ക് കാണാൻ ഞാൻ അത്ര ഭംഗിയിലൊന്നും ഉടുത്ത സാധനമല്ലാന്ന്. പൊന്നുവിൻ്റെ നെയിമാണ് സദഫ്. ജിപ്സ ബീഗം സദഫിലെ സദഫ് പൊന്നുവാണ്. എനിക്കും തോന്നി ചേച്ചി പോയി കിടന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് എണീച്ച് വന്നു. സന്തോഷം. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ബ്ലൗസ് എനിക്ക് ഇതാവത്തില്ലായിരുന്നു. കാരണം ഇവിടെ ഈ പണിക്കാരുടെ കൂടെ ചുറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഉറക്കം തീരെയില്ല, ഫുഡ് തീരെയില്ല. അപ്പൊ ഇങ്ങനെ വീർത്ത് വന്നപ്പോ എനിക്കിതൊന്നും കേറത്തില്ലായിരുന്നു. ഇപ്പൊ മനുവിട്ട് പഠിക്കാൻ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പോലും നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും.
ജസ്റ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി വന്നപ്പോഴത്തേക്കും മെല്ലെ മെല്ലെ ഇങ്ങനെ 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 വന്ന് ഒരു 8 കിലോ ഒക്കെ ഒന്ന് കുറഞ്ഞു. പിന്നെ അതിൻ്റെ കഴിഞ്ഞ് ടെൻഷൻ കൂടി ഒന്ന് വീണിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറഞ്ഞിട്ട് തല മുഴുവൻ എണ്ണ ഉണ്ടല്ലേ, നാളെ നമുക്ക് ഷാമ്പു വയ്ക്കാം, എന്നും ഷാമ്പു തേക്കണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ കൊഴിച്ചിൽ നന്നായിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ നല്ല വൃത്തിയിലൊന്നും കൊടുത്തല്ല, 2 സെക്കൻഡ് കൊണ്ട് കുളിച്ച് അങ്ങനെ ഇറങ്ങി പെട്ടെന്ന് ഇതാക്കിയതാണ്. പൊന്നൂൻ്റെ നയമാണ് സദഫ്, SADAF. എൻ്റെ വാട്ടർമാർക്കിൽ കാണുന്ന എൻ്റെ വാട്ടർമാർക്കാണ് ജിപ്സ ബീഗം സദഫ് ഇല്ലേ, അതിലെ സദഫാണ് പൊന്നു. മനസ്സിലായോ? ഫുൾ സാരി നോക്കട്ടെ. യെസ്, കാണിച്ചു തരാം. അയ്യോ, ഇത് ഫുൾ സാരി കാണിക്കാനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല ഡിയർ. ഇതാ ഞാനൊരു ഉടായ്പ രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞില്ലേ, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. ഇതിൽ ഇതായിട്ട് കാണിക്കാനൊന്നുമില്ല. ഇതാണ് ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടാലേ നല്ല ഭംഗിയിലും നല്ല ഇതുമൊക്കെ ഇങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ല റീൽസ് ഒക്കെ എടുക്കണം, നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ സമയം കിട്ടിയില്ല. ഓട്ടപ്പാട്ടിൽ പിന്നെ വരെ എവിടെയൊക്കെയാണ് കുത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ട അപരാധി മക്കൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ട ടെലഗ്രാമിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് ഈ കാണിക്കുന്ന സാധനം കുഞ്ഞു കിട്ടിക്കരുത്, ഇതിനെ കൊണ്ടുപോയിട്ട് ടെലഗ്രാമിൽ കൊണ്ടിട്ട് സെയിൽ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കണേ. അത് പോയി പൈസ എടുത്ത് കാണുന്ന വേറെ കുറെ മന്ദബുദ്ധികള്. എന്താ ചെയ്യാ, നിനക്ക് എന്താ പറയാ, എന്താ ചെയ്യാ? ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനും ഇല്ല. ഓക്കെ, ഒരു 10 മിനിറ്റ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഓടിപ്പോട്ടെ. ഓടിപ്പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. കാരണം ഞാനോ കണ്ടോ എൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ട്. 1 2 3 ഫുൾ ഇങ്ങനെയായി മൊത്തത്തില് ഫുൾ. ഇനിയിപ്പോ അവസാനം ഞാൻ കണ്ണുകൾ കൂട്ടിയിടേണ്ടി വരും ഇങ്ങനെ മെലിയണമെങ്കിൽ. പക്ഷെ കണ്ടാ പറയുന്നില്ലല്ലേ എങ്ങോട്ടൊക്കെ മെലിയുന്നു. താങ്ക് യു ഡിയർ. അല്ലേ ഒന്നും മേതിട്ടല്ലേ, സൂപ്പർ അല്ലേ ഇന്ന്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. പെട്ടെന്ന് നിങ്ങളെയൊക്കെ കണ്ടിട്ട് സിറാജ്, ഹോണി, ഫൈസൽ എല്ലാവരുടെയും പേര് വിളിക്കണമെന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നിങ്ങളോടൊക്കെ എല്ലാവരെയും ഒന്ന് സംസാരിച്ച് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിപ്രളം കാണിക്കുന്നത്. അല്ലെങ്കിൽ മുമ്പത്തെ പോലെ 2 മണി 3 മണി 4 മണിക്കൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് ഇനിയിപ്പോൾ കോളേജ് ഇത് കഴിയുമ്പോഴത്തേക്ക് ഹോളിഡേ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയിരുന്ന് ഉറക്കം തോന്നും. ആദ്യം കുറച്ച് ദിവസം എന്ത് പാടായിരുന്നെന്നറിയോ. ടീസ് ചെയ്യുകയാണോ? ഇതിനൊക്കെ ടീസ് ചെയ്യണമെന്നൊക്കെ പറയുമോ? സൂപ്പർ സൗത്തില് അനക്ക് സൂപ്പർ ചേച്ചി അനഘ എസ് നോയർ, സൂപ്പർ ചേച്ചി, താങ്ക് യു. നല്ല ഉദവേ, താങ്ക്സ്. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്. അയ്യോ, എൻ്റെ പുതിയ തയ്ക്കുന്ന ബ്ലൗസിന് ഇങ്ങനെ സ്റ്റിച്ച് ഇതാക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ പറഞ്ഞാൽ മതിയായിരുന്നു. സുന്ദരി ചേച്ചി, താങ്ക് യു ഡിയർ. ഓക്കെ, ബൈ. തല നിറയെ എണ്ണമയം, ഷാമ്പു വെച്ചാൽ മതിയായിരുന്നു. ഇതിൽ ക്ലിക്കാനൊന്നുമില്ല. കാരണം കിളിക്കിയിട്ട് ഇതിലങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞ് ഇനി ഒന്നുകൂടെ വിളക്കി തരൂല.
ഹാപ്പി ഓണം. ഫാൻസിനുള്ള ഗിഫ്റ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. ബൈ.